ഹലോ ഹലോ ഹർഷ, എന്തൊക്കെയുണ്ട് കുട്ടാ? സുഖമൊക്കെയല്ലേ? ആരേത്? ഞാൻ ഡയറക്ടർ അരവിന്ദ്. ഇപ്പൊ സംസാരിക്കാൻ സമയമുണ്ടോ? പറയൂ. താങ്കൾ അന്ന് കേൾപ്പിച്ച എന്തോ ഒരു പാട്ടുണ്ടല്ലോ, അത് ചെന്നൈയിൽ വന്നൊന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? സാർ അന്ന് പറഞ്ഞ പോലെയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. അന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളുമില്ല, നിങ്ങൾ അന്ന് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. അങ്ങനെയല്ലല്ലോ സാറന്ന് പറഞ്ഞത്. ഇത് മറ്റേ ധൂമിലെ പാട്ടല്ലേ? അതിപ്പോ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ അതിനെ മിക്സ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഞാൻ അതിനെ ഒരു ഇൻസ്പിറേഷൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ചേട്ടാ, ഇതിനെ ഇൻസ്പിറേഷൻ എന്നല്ല, അടിച്ചു മാറ്റൽ പറയാ. ഇപ്പൊ ഒരു പടം ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കാം. എന്നിട്ട് അതിന്റെ അച്ഛനാരാ അപ്പൂപ്പന്മാരാരാ എന്നൊക്കെ കണ്ടുപിടിച്ച് മനുഷ്യനെ നാറ്റിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ കൊണ്ടിടും. ഇനി കഥയും താൻ എവിടെയെങ്കിലും അടിച്ചു മാറ്റിയതാണോ? അല്ലല്ല, ആണോടോ? നോ നോ. അന്ന് കേൾപ്പിച്ച പാട്ടില്ലേ, അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇനി അതാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സാർ അപ്പോൾ ഞാൻ എപ്പോഴാണ് വരേണ്ടത്? താൻ ആ പ്രൊഡക്ഷൻ മാനേജർ പ്രസാദിനെ പോയി കണ്ടാൽ മതി. ഫ്ലൈറ്റ് ടിക്കറ്റ് അവൻ തരും. താൻ വേഗം കയറി വാ. ഓക്കെ സാർ. എഴുന്നേക്ക്, ഒരു കാര്യം കേൾപ്പിച്ചല്ലേ. എന്ത് മലമറിക്കുന്ന കാര്യമാണെങ്കിൽ എനിക്ക് അറിയണ്ട, എനിക്ക് ഉറങ്ങിയാൽ മതി. ഉറങ്ങിക്കോ. മലമറിക്കുന്ന കാര്യമോ? പക്ഷേ വേണ്ട, ഉറങ്ങിക്കോട്ടോ. റോയ്, ഞാൻ ചെന്നൈക്ക് പോവാ. എൻ്റെ ആദ്യത്തെ പാട്ടിന് റെക്കോർഡിംഗ്. മച്ചാനെ കൺഗ്രാറ്റ്സ്. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഓൺ ദ വേയാ. അപ്പോ നീ എന്റെ സിസ്റ്ററിന്റെ കല്യാണത്തിന് ഉണ്ടാവില്ലേ? വരാൻ പറ്റുമെന്ന് തോന്നില്ലടാ. ഞാനവിടെ സ്റ്റക്കായി പോവും. മായക്കും ലീവില്ല, അല്ലെങ്കിൽ അവളെ പറഞ്ഞേക്കായിരുന്നു. ഒരു പ്രശ്നവുമില്ല, ആദ്യം കാര്യം നടക്കട്ടെടാ. ഞാൻ നീ മായ നോക്കിയാണേ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, നീ പേടിക്കണ്ടടാ. താങ്ക്സ് ഡാ. ബൈ.